നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങൾക്ക് ടെൻഷനുണ്ടെങ്കിൽ അതുമൂലം ശരീരത്തിലുണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന അസുഖങ്ങളോ ലക്ഷണങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ടെൻഷൻ്റെയും കൂടിയാണെന്ന് സംശയിക്കുകയും അങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ എത്രയും വേഗം മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കാം. സാധാരണയായിട്ട് ടെൻഷൻസോ സ്ട്രെസ്സോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ ഏറ്റവും ആദ്യം കാണുന്നൊരു പ്രശ്നം അവരുടെ വയറ് ഡിസോർഡർ ആവും. അങ്ങനെ വയറ് ഡിസോർഡർ ആവുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് വയറിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു. വയറിനകത്ത് നമുക്ക് ആളിക്കത്തൽ പോലുള്ള പ്രശ്നങ്ങൾ കൂടാതെ തന്നെ ഗ്യാസ് ഫോർമേഷൻസ് കൂടുന്നു, ശോധനക്കുറവ് വരുന്നു, കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞു എന്നുള്ള തോന്നലൊക്കെ എല്ലാം വരുന്നു, വയറിനെപ്പോഴും വളരെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് എൻഡോസ്കോപ്പിയോ കൊളനോസ്കോപ്പിയോ ഒക്കെ എല്ലാം ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, ആ ടെൻഷൻ കൊണ്ടാണ് ഈ വയറിന് അസുഖം വന്നതെന്നാണ് അർത്ഥം. ഇനി രണ്ടാമതായിട്ട് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് നെഞ്ചിലുണ്ടാകുന്ന വേദനകളോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുകയോ ചെയ്യാം. സ്വാഭാവികമായിട്ടും നെഞ്ചുവേദനയോ ഹാർട്ട് റേറ്റൊക്കെ എല്ലാം കൂടുമ്പോൾ നമ്മൾ പോയി ECG ഒക്കെ എല്ലാം എടുക്കും. അതുകൂടാതെ കാർഡിയോളജിസ്റ്റിനെയൊക്കെ എല്ലാം കണ്ട് എല്ലാത്തരം ടെസ്റ്റുകളും ചെയ്യും. ഈ എല്ലാത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് പോലും എവിടെയും കുഴപ്പമില്ല എന്നറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഡോക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ പറയുന്ന നെഞ്ചിൻ്റെ വേദനകളും അസ്വസ്ഥതകളും ഹാർട്ട് ബീറ്റ് കൂടുന്നതൊക്കെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ടെൻഷൻ കുറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് കാർഡിയോളജിനെയൊക്കെ എല്ലാം കണ്ട് നമ്മൾ എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ടും എവിടെയും കുഴപ്പമില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നമുക്ക് മനസ്സിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ ചില ആളുകൾക്ക് ഈ കഴുത്തിൽ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് ഇവിടെ ആരോ ഞെക്കി പിടിക്കുന്ന പോലെ ശ്വാസം കിട്ടാതെയുള്ളൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളാണ് പലർക്കും ഇങ്ങനെ വരുന്നത്. സോ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് എവിടെയും പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അതും ടെൻഷൻ കൊണ്ട് വരുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് തലവേദന വരാറുണ്ട്. അത് ഈ രണ്ട് വശങ്ങളിലോ അല്ലെങ്കിൽ ചുറ്റുമായിട്ട് കാണുന്ന തലവേദനകൾ, അത് ടെൻഷൻ മൈഗ്രെയിൻ കൊണ്ടും വരാം, നമുക്ക് ന്യൂറോളജിക്കൽ ഇഷ്യൂ കൊണ്ടും വരാം, അല്ലെങ്കിൽ നോർമൽ മൈഗ്രെയിൻ കൊണ്ട് വേണമെങ്കിലും വരാം. സോ ടെൻഷൻ ഹെഡേക്ക് ആണോ മൈഗ്രെയിൻ ആണോ ന്യൂറോളജിക്കൽ ഇഷ്യൂ ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഫിസിഷ്യനെയോ ന്യൂറോളജിനെയോ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടും എവിടെയും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതിനർത്ഥം അത് ടെൻഷൻ കൊണ്ട് വന്നിട്ടുള്ളതാണ്. സോ ടെൻഷൻ മാറ്റിയാൽ മാത്രമാണ് ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ചില ആളുകൾക്ക് കഴുത്തിന് പിന്നിൽ ഈ പോയിന്റിൽ ചില ആളുകൾക്ക് വേദനകൾ വരാറുണ്ട്. അങ്ങനെ വേദനകൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചിലപ്പോൾ അത് സ്പോണ്ടിലൈറ്റിസും കൊണ്ടും വരാം, ടെൻഷൻ കൂടിയത് കൊണ്ടും വരാം. സോ ഒരു ഓർത്തോൻ്റെ ഡോക്ടറെ കാണുന്നു, നിങ്ങൾ കൃത്യമായിട്ടും ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി എവിടെയും കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻഷൻ മാറിയാൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നവും മാറുള്ളൂ. ഇതുകൂടാതെ ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉറക്കക്കുറവും വരാം. സോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടും ഉറക്കക്കുറവ് വരാം, ടെൻഷൻ കൊണ്ടും വരാം. സോ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അതിനർത്ഥം ഉറക്കക്കുറവ് ടെൻഷൻ കൊണ്ടാണ്. സോ ടെൻഷൻ ലഘൂകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കക്കുറവും നമുക്ക് നോർമലാക്കി മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ഇത് കൂടാതെ ചില ആളുകൾക്ക് ജോയിൻറ്റ് പെയിൻസും വരാറുണ്ട്, തരിപ്പും വരാറുണ്ട്. അങ്ങനെ എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ്, പ്രത്യേകിച്ച് ആർത്തൈറ്റിസുമാണെന്ന് വിചാരിച്ച് ആർത്തൈറ്റിസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള എല്ലാത്തരം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുകയും എവിടെയും കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ടെൻഷൻ കൊണ്ട് വന്നിട്ടുള്ളതാണ്. സോ ഒരു വ്യക്തിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളാണ് സാധാരണ വരാറ്. ഇതുകൂടാതെ ചില ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വോമിറ്റിംഗ് വരാറുണ്ട്, ചില ആളുകൾക്ക് എപ്പോഴും ശോധനക്കുറവും വരാറുണ്ട്. അത് ചിലപ്പോൾ അവസാനം IBS പോലുള്ള ഇഷ്യൂസിലേക്കും വരാറുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശാരീരിക പ്രശ്നമാണോ എന്ന് കണ്ടെത്തിയിട്ടും എവിടെയും പ്രോബ്ലം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അത് മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് ചികിത്സകളൊക്കെ എടുത്ത് പരിപൂർണമായിട്ടും അത് മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുക. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.